കുട്ടികൾ ഒരു പുതിയ യുഗം നിർമ്മിക്കുമെന്നോ? കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെയുണ്ടല്ലേ? പക്ഷെ ഇത് വെറുമൊരു ഭാവനയല്ല. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ആപ് ബച്ചെ കരേംഗെ യുഗ് നിർമ്മാൾ എന്ന പുസ്തകത്തിലെ വളരെ ശക്തമായ ഒരു ദർശനമാണിത്. ആഴത്തിലുള്ള ആ ജ്ഞാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒന്ന് സഞ്ചരിക്കാം. അപ്പോ ഈ ദർശനത്തിന്റെയൊക്കെ കാതൽ എന്താണെന്നറിയോ? അത് ഈ വാക്കുകളിലാണ്. ശരീരത്തേക്കാൾ പ്രധാനം മനസ്സിനാണ്, മനസ്സിനേക്കാൾ പ്രധാനം ആത്മാവിനാണ്. അതിനർത്ഥം എന്താ? നമ്മുടെ ശാരീരികവും ബൗദ്ധികവുമായ കഴിവുകൾക്കെല്ലാം മുകളിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്. അതാണ് യഥാർത്ഥ ബലം. ഒന്നാം ഭാഗം, ശക്തിക്കപ്പുറമുള്ള ഒരു ശക്തി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം ഒരുപക്ഷേ നമ്മളെ അതിശയിപ്പിച്ചേക്കാം. നമുക്ക് കണ്ടെത്താം. നോക്കൂ, ലോകത്തിൽ പ്രധാനമായും രണ്ട് തരം ശക്തികളുണ്ട്. ഒന്ന് നമ്മുടെ കായികവും ബൗദ്ധികവുമായ കരുത്ത്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. എന്നാൽ അതിനപ്പുറം മറ്റൊന്നുണ്ട്. അതാണ് ആത്മീയവും വൈകാരികവുമായ ശക്തി. ഈ ശക്തിയുടെ കാര്യത്തിൽ കുട്ടികളും സ്ത്രീകളും അവിശ്വസനീയമാംവിധം സമ്പന്നരാണ്. അതിന് അതിരുകളില്ലാത്ത സാധ്യതകളുമുണ്ട്. അപ്പോ എന്താ ഈ പറയുന്ന ആത്മീയ സമ്പത്ത്? ആത്മാവിന്റെ ലോകം സ്നേഹം, വാത്സല്യം, ഭാവസംവേദന എന്നിവയാൽ നിറഞ്ഞതാണ്. ഈ വാക്കുകളിൽ ഭാവസംവേദന എന്ന ആശയം ഓർത്തുവെച്ചോളൂ. ഇതാണ് മറ്റെല്ലാ ശക്തികളെയും നിഷ്പ്രഭമാക്കുന്ന ആ യഥാർത്ഥ ശക്തിയുടെ ഉറവിടം. ഭാഗം 2, ഹൃദയത്തിന്റെ സൗമ്യമായ ആയുധം. ഈ ഭാവസംവേദന എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഏറ്റവും മൂർച്ചയേറിയതും എന്നാൽ ഏറ്റവും സൗമ്യവുമായ ഒരു ആയുധമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ സിമ്പിളായൊരു ഉദാഹരണം നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു ട്രെയിനിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. അത് മറ്റുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് മാറ്റം വരുത്താൻ 2 വഴികളുണ്ടല്ലേ? ഒരാള് അങ്ങോട്ട് ചെന്ന് ദേഷ്യത്തില് പുകവലി നിർത്തൂ എന്ന് പറഞ്ഞാൽ എന്താവും? മിക്കവാറും ഒരു വഴക്കാവും, അല്ലേ? പക്ഷേ ഒരു കുട്ടി അയാളുടെ അടുത്ത് ചെന്ന് വളരെ നിഷ്കളങ്കമായി, അപ്പൂത്ത, ഈ പുക കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാലോ, ആ നിമിഷം തന്നെ ഒരു തർക്കവുമില്ലാതെ സന്തോഷത്തോടെ അയാൾ ആ സിഗരറ്റ് താഴെയിടും. അതാണ് വ്യത്യാസം. അപ്പോ സംഭവം ഇത്രയുള്ളൂ. യുക്തിയും തർക്കങ്ങളും പലപ്പോഴും നമുക്ക് ചിരിച്ചു തള്ളാൻ സാധിക്കും. എന്നാൽ ഒരു കുട്ടിയുടെ വൈകാരികമായ അഭ്യർത്ഥന എന്ന ഫലപ്രദമായ ആയുധത്തിനു മുന്നിൽ അവയെല്ലാം ശക്തിയില്ലാത്തതാണ്. കണ്ടില്ലേ? ഭാവസംവേദന നമ്മുടെ ഈഗോയെ അങ്ങ് ബൈപ്പാസ് ചെയ്ത് നേരെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. യുക്തിക്ക് നേടാനാവാത്തത് അത് നിഷ്പ്രയാസം നേടുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സൗമ്യമായ ശക്തിക്ക് ഇത്രയും പവർ? എന്തുകൊണ്ടാണ് കടുപ്പമുള്ള വാക്കുകളേക്കാൾ നിഷ്കളങ്കമായ ഒരു അഭ്യർത്ഥനയ്ക്ക് ഒരാളെ മാറ്റിമറിക്കാൻ കഴിയുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം അത് നമ്മുടെ യുക്തിക്കും അപ്പുറത്തുള്ള ഒരിടത്താണ് ചെന്ന് തൊടുന്നത്. അവിടെ വെച്ച് ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും. ആലോചിച്ചു നോക്കൂ, കൊടും ക്രൂരനായ അങ്കുലിമാലയുടെ ഹൃദയത്തെ ഭഗവാൻ ബുദ്ധന്റെ കരുണയല്ലേ മാറ്റിയെടുത്തത്? അതുപോലെ തന്നെ ഇത് വെറുമൊരു മാറ്റമല്ല, ഒരു പരിവർത്തനമാണ്. അപ്പോ 3-ാം ഭാഗം, ആദ്യം കുടുംബത്തെ നന്നാക്കാം. ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ ശക്തി, അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് സമൂഹത്തിന്റെ അടിത്തറയായ കുടുംബത്തിൽ നിന്നാണ്. എങ്ങനെയാണ് കുട്ടികൾ ഒരു വീടിന്റെ ജീവിക്കുന്ന മനസ്സാക്ഷിയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതറിയാൻ നമുക്ക് വളരെ ശക്തമായൊരു കഥ കേൾക്കാം. ഒരു സ്കൂളിലെ ക്ലാസ് റൂം. അവിടെ ടീച്ചർ കുട്ടികളോട് പുകയിലയുടെയും ഗുഡ്കയുടെയും ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുകയാണ്. ഇത് മാരകമായ ക്യാൻസർ ഉണ്ടാക്കുമെന്നും അതിന് ചികിത്സയില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ വാക്കുകൾ കേട്ട ഒരു കുട്ടിയുടെ മനസ്സിൽ അതൊരു തീയായി പടർന്നു. കാരണം അവന്റെ അച്ഛൻ ഗുഡ്ക ഉപയോഗിക്കുമായിരുന്നു. അവൻ പേടിച്ചുപോയി. വീട്ടിലെത്തിയതും അവൻ ഓടിച്ചെന്ന് അച്ഛന്റെ അടുത്തിരുന്നു. എന്നിട്ട് നിറക്കണ്ണുകളോട് ചോദിച്ചു, അച്ഛാ, അച്ഛന് ക്യാൻസർ വന്ന് മരിച്ചുപോയാൽ പിന്നെ ഞങ്ങളുടെ ഗതി എന്താകും? അത് സ്നേഹത്തിൽ നിന്നും ശുദ്ധമായ ഭയത്തിൽ നിന്നും വന്ന ഒരു ചോദ്യമായിരുന്നു. ആ ഒറ്റ ചോദ്യത്തില് ആ അച്ഛന്റെ ഹൃദയം അലിഞ്ഞുപോയി. മറ്റാരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ട് മാറ്റാൻ കഴിയാത്ത ആ ശീലം തന്റെ കുട്ടിയുടെ സ്നേഹം നിറഞ്ഞ ആ ചോദ്യത്തിനു മുന്നിൽ ഇല്ലാതായി. അദ്ദേഹം ആ നിമിഷം വാക്കുകൊടുത്തു, ആ ദുശ്ശീലം എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന്. ഭാവസംവേദനയുടെ ശക്തി കണ്ടോ? ഇനി വേറൊരച്ഛന്റെ അനുഭവം കേട്ടുനോക്കൂ. എനിക്കെന്റെ മകനെ പേടിയാണ്. കാരണം അവൻ ഉയർന്ന ആദർശങ്ങളുടെ അളവുകോൽ വെച്ചാണ് എന്നെ എപ്പോഴും അളക്കുന്നത്. ആ കുട്ടി എന്നെ നന്നാക്കിയെടുത്തു. ഒരു കുട്ടിയുടെ ധാർമ്മിക ബോധത്തിന് ഒരു മുതിർന്നയാളെ എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ.
അതുകൊണ്ടാണ് ശ്രീമാ പറഞ്ഞത് എത്ര കൃത്യമാണെന്ന് നോക്കൂ. കുട്ടികളെ വളർത്തുന്നത് ഒരു ഉയർന്ന തലത്തിലുള്ള സാധനയാണ്. അതായത് ഇതൊരു ജോലിയല്ല, മറിച്ച് നമ്മളെ തന്നെ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. കുട്ടികളെ നല്ലവരാക്കാൻ ആദ്യം നമ്മൾ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം നല്ലതാക്കണം. ഭാഗം 4 ഒരു പുതിയ യുഗത്തിന്റെ അടിത്തറ. കുടുംബത്തിൽ തുടങ്ങുന്ന ഈ മാറ്റം അവിടെ നിൽക്കില്ല, അത് പതിയെ സമൂഹത്തിലേക്ക് പടരും. അങ്ങനെ സത്യത്തിൽ കെട്ടിപ്പടുത്ത ഒരു പുതിയ യുഗത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആചാര്യജിയുടെ വിഷൻ അനുസരിച്ച് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒന്നാമതായി, കുട്ടികൾ സത്യസന്ധത വേണമെന്ന് പറയും. അന്യായമായി സമ്പാദിക്കുന്നതിനെ അവരെതിർക്കും. രണ്ടാമതായി, സ്ത്രീകൾ ആഡംബരത്തേക്കാൾ ഭർത്താവിന്റെ സ്വഭാവത്തിന് വില കൊടുക്കും. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? സമൂഹം അതിന്റെ തെറ്റായ മുൻഗണനകളെ ചോദ്യം ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെയാണ് ഒരു സത്യയുഗം വരുന്നത്. ആ പുതിയ യുഗത്തിലെ കുട്ടികൾക്കൊരു ശബ്ദമുണ്ടാകും. അവർ ധൈര്യമായിട്ട് പറയും, അച്ഛാ, സത്യസന്ധവും കഠിനാധ്വാനം ചെയ്തതുമായ പണം മാത്രമേ ഈ വീട്ടിൽ വരാവൂ, ഞങ്ങൾ കുറച്ചുകൊണ്ട് ജീവിച്ചോളാം. അവരുടെ ധാർമ്മിക ധൈര്യം നോക്കൂ. അതുപോലെ ആ കാലത്തെ സ്ത്രീകൾ പറയും, ഞങ്ങൾക്ക് വില കൂടിയ സാരികളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് സത്യസന്ധമായ വരുമാനമാണ്. അത് കുറവാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ദൈവത്തോട് ഉത്തരം പറയേണ്ടതുണ്ട്. ഇത് മൂല്യങ്ങളിൽ വരുന്ന ഒരു വിപ്ലവമാണല്ലേ, ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വിചാരക്രാന്തി, അതായത് ചിന്തയുടെ വിപ്ലവം. ഈ മഹത്തായ മാറ്റങ്ങളെല്ലാം സാധ്യമാക്കുന്ന അടിസ്ഥാന ശക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എന്താണ് ഈ വിചാരക്രാന്തി? ഇതൊരിക്കലും തോക്കും വാളുമെടുത്തുള്ളൊരു വിപ്ലവമല്ല, മറിച്ച് തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തുകയും വളഞ്ഞതിനെ യഥാർത്ഥ ജ്ഞാനത്തിന്റെയും ശക്തമായ ചിന്തകളുടെയും വെളിച്ചം കൊണ്ട് നേരെയാക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ ബോധത്തെ, നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്ന ഒരു വിപ്ലവം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഞങ്ങൾ ലോകത്തെ മാറ്റുമെന്ന് അവകാശപ്പെടുന്നത് അത്ഭുതങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ശക്തമായ ചിന്തകൾ കൊണ്ടാണ്. ഞങ്ങളുടെ ചിന്തകൾ വളരെ മൂർച്ചയേറിയതാണ്. എത്ര ശക്തമായ വാക്കുകളാണല്ലേ? അപ്പോൾ ഒരു പുതിയ യുഗം വരാനുള്ള താക്കോൽ നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ നിഷ്കളങ്കതയിലും നമ്മുടെ ചിന്തകളുടെ ശക്തിയിലും. ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ പുതിയ യുഗത്തിനു വേണ്ടി ഏത് ചിന്തയുടെ വിത്താണ് നിങ്ങളിന്ന് പാകാൻ പോകുന്നത്?